സംസ്ഥാനത്ത് CPIM-ന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിലെ LDF സ്വതന്ത്രൻ KS ഹംസയും ഇടുക്കിയിലെ സ്ഥാനാർത്ഥി ജോയിസ് ജോർജും CPIM പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയുണ്ട്. കഴിഞ്ഞ 2 തവണയും പൊതു സ്വതന്ത്രനായിട്ടായിരുന്നു ജോയിസ് ജോർജ് മത്സരിച്ചിരുന്നത്. അല്പസമയത്തിനകം ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. MG പ്രദേശ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. പ്രദേശ്, ഇന്നാണ് CPIM-ന്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരാനിരിക്കുന്നത്. എപ്പോഴാണ് പ്രഖ്യാപനം ഉണ്ടാവുക? നമുക്ക് എന്തെല്ലാം സൂചനകളുണ്ട് ഇപ്പോൾ? ഗോപികൃഷ്ണൻ, അല്പസമയത്തിനകം തന്നെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ ആരംഭിക്കും. ഇന്ന് ഔദ്യോഗിക പട്ടിക CPIM പ്രഖ്യാപിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ പട്ടിക സംബന്ധിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ പട്ടികയ്ക്ക് ഔദ്യോഗികമായ അന്തിമ അംഗീകാരം നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് CPIM നേതൃയോഗം ചേരുന്നത്. ഇതിൽ ചില തീരുമാനങ്ങൾ വരുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ തവണ ഈ പൊതു സ്വതന്ത്രരായി മത്സരിച്ച ഈ ഇടങ്ങളിലെല്ലാം തന്നെ അവർക്ക് പാർട്ടി ചിഹ്നം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPIM പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊന്നാനിയിൽ മത്സരിക്കുന്ന KS ഹംസ, ഒപ്പം ഇടുക്കിയിൽ മത്സരിക്കുന്ന ജോയിസ് ജോർജ് അടക്കമുള്ള ഈ സ്ഥാനാർത്ഥികൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എടുക്കും. ഈ സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ നേരത്തെ പുറത്തു വന്ന പട്ടിക അനുസരിച്ച് പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രചരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. കൊല്ലത്ത് മുകേഷും ഒപ്പം പത്തനംതിട്ടയിൽ തോമസ് ഐസക് അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട പരമാവധി കളം നിറയാനുള്ള ഒരു ശ്രമത്തിലാണ് CPIM ഉള്ളത്. കാരണം UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുമെന്നൊരു സൂചന പുറത്തു വരുന്നു. ഉടൻ തന്നെ BJP സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പേ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണത്തിൽ കൂടുതൽ സജീവമാകാനുള്ള ഒരു തീരുമാനമാണ് എന്തായാലും CPIM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നത്. ഈ വാർത്താ സമ്മേളനത്തിലായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക CPIM പുറത്തുവിടുന്നത്. പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് CPIM തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിലെ മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, ജില്ലാ സെക്രട്ടറിമാർ അടക്കം ഇത്തവണ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടി മറികടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ നേടിക്കൊണ്ട് വലിയ വിജയസാധ്യതയാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രചരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അതിനാണ് എത്രയും വേഗം തന്നെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടക്കുന്നത്. CPIയുടെ ചിത്രവും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇന്ന് CPIM മത്സരിക്കുന്ന 15 സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത്. ഒപ്പം ഈ എറണാകുളത്തും പൊന്നാനിയിലും ഇടുക്കിയിലും പൊതു സ്വതന്ത്രന്മാർ മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIM മത്സരിക്കുന്ന 15 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. പാർട്ടിയുടെ പൊതു സ്വതന്ത്രരായി മത്സരിക്കുന്ന CPIM സ്വതന്ത്രരായി മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിൽ അവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അത് ഒന്ന് പൊന്നാനി മണ്ഡലത്തിൽ LDF സ്വതന്ത്രനായ KS ഹംസയും ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയായി ജോയിസ് ജോർജും. ഇവർ രണ്ടുപേരും CPIM പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരിക്കും എന്നുള്ള സൂചന വരുന്നുണ്ട്. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ സ്ഥാനാർത്ഥി പട്ടിക അംഗീകാരം നൽകിയ ശേഷമാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. MG പ്രതീഷ്, ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു.